ग्रन्थस्य ज्ञानाञ्जनशलाकया चक्षुर्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। कृष्णाय वासुदेवाय देवकी नंदनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं। गीता सुगीता कर्तव्या किमन्यैः शास्त्रविस्तरैः या स्वयं पद्मनाभस्य मुखपद्माद् विनिसृता। एकं शास्त्रं देवकी पुत्रगीतम् एको देवो देवकी पुत्र एव एको मन्त्रस्तस्य नामानि यानि कर्माप्येकं तस्य देवस्य सेवा। मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दम्। श्रीगुरुं दीनतारिणं ശ്രീചൈതന്യമീശ്വരം. എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ നമുക്കിവിടെ 43ഓളം വ്യക്തികളുണ്ട്. അതില് നമ്മുടെ ഹോസ്റ്റ്സ് സംഘാടകരുൾപ്പെടെയാണ്. സോ ആദ്യം തന്നെ എല്ലാവരും വന്നു ചേർന്നതിന് നന്ദി പറയുന്നു. ഇനി വരുന്ന അടുത്ത 3 മാസക്കാലം ആഴ്ചയിൽ 3 ദിവസം തിങ്കൾ ബുധൻ വെള്ളി 3 ദിവസങ്ങളായിട്ട് ക്രമേണ ഭഗവത്ഗീതയുടെ 18 അധ്യായങ്ങളുടെയും ഒരു രത്നച്ചുരുക്കം പഠിക്കുക, ഭഗവത്ഗീത തുടർന്ന് വായിക്കാനും അതിൻ്റെ രഹസ്യങ്ങളിലേക്ക് അതിൻ്റെ അത്ഭുതങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനും ഒരു ഉദ്യമം ഇവിടെയുള്ള എല്ലാവരും കൂടി ചേർന്ന് നടത്തുകയാണ്. അപ്പൊ ഈ ഒരു യജ്ഞത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു, എല്ലാവിധ പ്രാർത്ഥനകളും ഇതിന്റെ വിജയത്തിന് വേണ്ടി ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഇതൊരു വൺ വേ ട്രാഫിക് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തന്നിരിക്കുന്ന ദൗത്യം നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കോഴ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നും ഭഗവത്ഗീത പഠനത്തിന്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ചും പറയാൻ വേണ്ടിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ട് ഒരു ഇന്ററാക്റ്റീവായിട്ട് ഇരിക്കുക. അതുകൊണ്ട് തുടങ്ങുന്നതിന് മുൻപ് എല്ലാവരും ചാറ്റിൽ ജസ്റ്റ് ഒരു പ്രാവശ്യം ചാറ്റ് ബോക്സിൽ ഹരേ കൃഷ്ണ എന്ന് ടൈപ്പ് ചെയ്യുക. അത് വെച്ച് ആ വാർത്തകളോടെ നമുക്ക് തുടങ്ങാം. എല്ലാവരും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ചാറ്റ് യൂസ് ചെയ്യേണ്ടി വരും, കാരണം അപ്പോഴേ നമുക്കൊരു ഇൻട്രസ്റ്റും നമുക്കൊരു ഉത്സാഹം ഉണ്ടാവുള്ളൂ. താങ്ക് യു സോ മച്ച്. ദാറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഹരേ കൃഷ്ണ എങ്ങനെ ടൈപ്പ് ചെയ്യണേ? എല്ലാവരും എഴുതുന്നുണ്ട്. ഹരേ കൃഷ്ണ ടൈപ്പ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാവരും ടൈപ്പ് ചെയ്യാൻ പഠിക്കുക. കാര്യം ഇനിയും വരുന്ന ദിവസങ്ങളിൽ ചാറ്റ് ബോക്സ് കൂടുതൽ യൂസ് ചെയ്യുന്നതായിരിക്കും. കാരണം എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരമോ കിട്ടാൻ വേണ്ടിയിട്ട് ചാറ്റ് ബോക്സ് എപ്പോഴും ആക്റ്റീവായിട്ട് വെക്കുക. താങ്ക് യു. പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. ഞാനൊരു വിശിഷ്ട അതിഥിയൊന്നുമല്ല, ഞാൻ നിങ്ങളിൽ ഒരുവനാണ്. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഈ കോഴ്സിനെ കുറിച്ച്. ഭഗവത്ഗീതയിലെ ആകെ മൊത്തം എത്ര ശ്ലോകങ്ങളുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ? ടൈപ്പ് ചെയ്യുക. ഉത്തരം ചാറ്റിലാണ് ഉത്തരം പറയേണ്ടത്, അല്ലാതെ അൺമ്യൂട്ട് ചെയ്യണ്ട.
ഏകദേശം ഭഗവത്ഗീതയിൽ എത്ര ശ്ലോകമുണ്ട്? ഓക്കെ, ഉഷാദേവി 700, പ്രവീൺ 700. മറ്റെന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ 18 അധ്യായങ്ങൾ, 700 ശ്ലോകങ്ങൾ ചേർന്നതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയില് എത്ര പേരാണ് സംസാരിക്കുന്നത്? എത്ര വ്യക്തികൾ ഭഗവത്ഗീതയിൽ ഉവാച്ച, റൈറ്റ്? ഭഗവാൻ തീർച്ചയായിട്ടും സംസാരിക്കുന്നുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാൻ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രീ ഭഗവാൻ ഉവാച്ച ഉണ്ട്. അത് കൂടാതെ മറ്റെത്ര പേരുണ്ട്? ഓക്കെ, 4 എന്ന് പറയുന്നു. ഉഷാദേവി, രേഖ പിള്ളൈ. ഓക്കെ, 4. ആരൊക്കെയാണ്? ഓക്കെ, ജയന്തി അജിത് കുമാർ സേ സഞ്ജയ, വണ്ടർഫുൾ. അർജുന, ഓക്കെ, ലെറ്റ്സ് ഗിവ് അതർ പീപ്പിൾ എ ചാൻസ്. കൃഷ്ണ, ഓഫ് കോഴ്സ്, റൈറ്റ്? യു ഹാവ് ടു സേ കൃഷ്ണ. കൃഷ്ണൻ സംസാരിക്കുന്നുണ്ടല്ലോ, ഭഗവാനാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, റൈറ്റ്? സോ തേർഡ് ഇസ് കൃഷ്ണ. Somebody can type കൃഷ്ണ. And then who else? ധൃതരാഷ്ട്ര. ഓക്കെ, അങ്ങനെ 4 പേരാണ് ഭഗവത്ഗീതയിൽ സംസാരിക്കുന്നത്. ഓഫ് കോഴ്സ് ഏറ്റവും കൂടുതൽ 541ഓളം 574ഓളം ശ്ലോകങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനാണ് സംസാരിക്കുന്നത്. 70 സംതിങ് ശ്ലോകങ്ങൾ അർജുനൻ സംസാരിക്കേണ്ടത്. 40 ചിൽവാനം ശ്ലോകങ്ങള് സഞ്ജയൻ പറയുന്നുണ്ട്. ഒരു ശ്ലോകം ധൃതരാഷ്ട്രൻ. ആദ്യത്തെ ശ്ലോകം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിം അകുർവത് സഞ്ജയ എന്ന് പറയുന്ന ശ്ലോകം ധൃതരാഷ്ട്രന്റെ വകയാണ്. ബാക്കിയെല്ലാം മറ്റു 3 പേരും കൂടി ചേർന്ന് പറയുന്നു. സോ ഈ 700 ശ്ലോകങ്ങൾ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 35 ദിവസത്തില് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആഴ്ചയിൽ നേരത്തെ പറഞ്ഞതുപോലെ 3 ദിവസമാണ്. തിങ്കൾ, ബുധൻ, വെള്ളി, മൺഡേ, വെഡ്നസ്ഡേ, ഫ്രൈഡേ, 3 ദിവസങ്ങളാണ് നമ്മൾ ആഴ്ചയിൽ ചെയ്യുന്നത്. 8:15 മുതൽ 9:15 മണി വരെ ആയിരിക്കും. 8:15 to 9:15 ആയിരിക്കും. വി കവർ 20 ശ്ലോകാസ് ഇൻ ഈച്ച് സെഷൻ. ഏകദേശം ഒരു 20ഓളം ശ്ലോകങ്ങള് ഓരോ സെഷനും നമ്മൾ കവർ ചെയ്യുകയാണ്. വാസ്തവത്തില് ഭഗവത്ഗീതയില് ഓരോ ശ്ലോകത്തിനും അത്ര അർത്ഥവ്യാപ്തിയുണ്ട്, അത്ര ആഴമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കോഴ്സ് കൊണ്ട് നമുക്ക് ഭഗവത്ഗീത പൂർണ്ണമായി മനസ്സിലായി എന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. ഈ കോഴ്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭഗവത്ഗീതയുടെ ഒരു വിഹഗ വീക്ഷണം, ഒരു ബേർഡ്സ് ഐ വ്യൂ അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ താല്പര്യം ജനിക്കുകയും പിന്നെ വാസ്തവത്തിൽ ഭഗവത്ഗീതയുടെ ഓരോ ശ്ലോകങ്ങളിലും ആഴ്ന്നിറങ്ങി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കും വിധം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഭഗവത്ഗീത ഈ കോഴ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഗീതയുടെ എഡിഷൻ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ബിക്കോസ് ഓഫ് ദി ബ്ലഡ്. ഓക്കെ, സോ ഇത് ഭഗവത്ഗീത യഥാരൂപം, ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് എന്ന് പറയുന്ന ഒരു വെർഷനാണ്. ഇസ്കോൺ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകാചാര്യർ AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദർ അദ്ദേഹം എഴുതിയ ഭഗവത്ഗീതയുടെ ട്രാൻസ്ലേഷൻ ആൻഡ് കമന്ററി ആണ്. ഇന്ന് നോക്കിയാൽ ലോകത്തില് ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഭഗവത്ഗീതയുടെ പതിപ്പും ഭഗവത്ഗീത യഥാരൂപം എന്നുള്ളത് തന്നെയാണ്. ലോകത്തില് ഇന്ന് ഏകദേശം 88 89 ഭാഷകളില് ഈ ഗ്രന്ഥം തർജ്ജമ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഒറിജിനൽ ഇംഗ്ലീഷിലാണ് എഴുതപ്പെട്ടത്. അതിനുശേഷം ഇന്ന് ലോകത്തിന്റെ നാനാ ഭാഷകളില് ചൈനീസ്, റഷ്യൻ എന്ന് വേണ്ട ഈവൻ ഈ അന്ധരായ വ്യക്തികൾക്ക് വായിക്കാനുള്ള ബ്രെയിലി എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ അവർ തൊട്ട് വായിക്കും. ആ ഭാഷയിൽ വരെ ശ്രീല പ്രഭുപാദരുടെ ഭഗവത്ഗീത യഥാരൂപം തർജ്ജമ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇത് ചെയ്യാൻ ഇത് ഭാരതത്തിലുള്ള എല്ലാ ഭാരതീയ ഭാഷകളിലും ഇത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയൊരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭാഷകളുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് ആഫ്രിക്കയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളില് പല ഡയലക്ട്സ് ആൻഡ് ലാംഗ്വേജസ് ഉണ്ട്. ഓരോ സ്ഥലത്തും ഓരോ ഭാഷകളാണ്.
ആ ഭാഷകളിലേക്കൊക്കെ ഈ ഭഗവത്ഗീത യഥാരൂപം തർജ്ജമ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ ഈ പ്രത്യേക പതിപ്പിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവത്ഗീത യഥാരൂപം, ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് എന്നാണ് ഈ ഒരു പതിപ്പിനെ കുറിച്ച് പറയുന്നത്. യഥാരൂപം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? എന്തുകൊണ്ടാണ് യഥാരൂപം എന്ന് പറയുന്നത്? ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാമോ? ചാറ്റിൽ ആർക്കെങ്കിലും ടൈപ്പ് ചെയ്യാം. ഹൂവർ ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്. യഥാരൂപത്തിന്റെ അർത്ഥം എന്താണ്? അതെന്തിനാണ് ഒരു യഥാരൂപം എന്നുള്ളൊരു വാക്ക്? സത്യമായത്. താങ്ക് യു പ്രവീൺ ജി. As spoken by Lord Krishna, Rekha madam, thank you. Same as Lord Krishna said, Mayuk Rajesh says true meaning. അതെ. സോ അതുകൊണ്ടാണ് യഥാരൂപം എന്ന് പറയുന്നത്. സാധാരണ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞ വാക്കുകളെ എടുത്ത് ആ വാക്കുകളില് സ്വന്തമായ അർത്ഥങ്ങൾ, തനിക്ക് തോന്നുന്ന രീതിയിലുള്ള അർത്ഥങ്ങൾ, ചിലപ്പോ മനഃപൂർവ്വമായിരിക്കാം, ചിലപ്പോൾ അറിയാതെ ആയിരിക്കാം, പക്ഷെ മറ്റർത്ഥങ്ങൾ അതിൽ ചേർക്കുന്ന സമയത്ത് ഭഗവാൻ ഉദ്ദേശിച്ച ആ ഒരു ലക്ഷ്യം നിറവേറാതെ പോകും, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് തന്നെ തുടങ്ങുന്ന ഒരു ഗുരു പരമ്പരയുണ്ട്. ആ പരമ്പരയെ കുറിച്ചൊക്കെ വരുന്ന ഭക്തന്മാര് അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. പ്രത്യേകിച്ച് 4-ാം അധ്യായത്തില് ഈ കാര്യത്തെക്കുറിച്ച് ഭഗവത്ഗീതയിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ഗുരു പരമ്പര അനുസരിച്ചായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീല പ്രഭുപാദര് ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് തന്നെ തുടങ്ങി ബ്രഹ്മ, നാരദൻ, വ്യാസൻ, മധ്വാചാര്യർ, ഇങ്ങനെ ഒരു ഇടമുറിയാത്ത ഒരു ഗുരുശിഷ്യ പരമ്പര വഴി അതിൽ വന്നിരിക്കുന്ന ഒരു ആചാര്യനാണ് ശ്രീല പ്രഭുപാദ്. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ എന്തുദ്ദേശിക്കുന്നുവോ അതിൽ കടുകിട ഉദ്ദേശത്തിന് വ്യത്യാസമില്ലാതെ പറയപ്പെടുന്നത് കൊണ്ട് ഇതിനെ യഥാരൂപം എന്ന് പറയുന്നു. എല്ലാവരോടും ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈ പുസ്തകം ഇല്ലെങ്കിൽ, ഭഗവത്ഗീത യഥാരൂപം ഇല്ലെങ്കിൽ, ദയവായിട്ട് നമ്മുടെ ഈ കോഴ്സിന്റെ കോർഡിനേറ്റേഴ്സിനെ സമീപിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ somebody doesn't have, then maybe you can raise your hands also. ഹാൻഡ് റേസ് ചെയ്യാൻ അറിയാമോ? ഇതിനകത്തൊരു റേസ് ഹാൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആരുടെങ്കിലും കയ്യിൽ ഭഗവത്ഗീത ഇല്ലെങ്കിൽ, ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. ഇഫ് യു ഡോണ്ട് ഹാവ്, ദെൻ പ്ലീസ് ലെറ്റ് അവർ ഓർഗനൈസേഴ്സ് നോ. അവര് നിങ്ങൾക്ക് അത് എത്തിക്കുന്നതായിരിക്കും. റൈറ്റ്? വളരെ പ്രധാനമാണ്. ഈ പുസ്തകമാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. റൈറ്റ്. ഇനി എന്തെങ്കിലും ഇതുവരെ പറഞ്ഞതിന് സംശയമുണ്ടോ? ചോദ്യങ്ങളോ സംശയങ്ങളോ എന്തെങ്കിലും? യെസ്, നോ? ഓക്കെ, നോ ഡൗട്ട്സ്. താങ്ക് യു. എനിക്കിനി ഒരു കാര്യം കൂടി എൻ്റെ ഭാഗത്തുനിന്നൊരു ദൗത്യമുള്ളൂ. ഭഗവത്ഗീതയുടെ ഒരു പശ്ചാത്തലം, ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് തരിക എന്നുള്ളതാണ് എനിക്ക് ഇനി ചെയ്യാനുള്ളൊരു കർത്തവ്യം. റൈറ്റ്? അതിനു മുമ്പ് മറ്റ് 1-2 കാര്യങ്ങൾ കൂടി. സംശയങ്ങൾ തീർച്ചയായിട്ടും വരുന്നത് നല്ലതാണ്. ഭഗവത്ഗീത വായിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തൊരു വിഷയവും നമ്മൾ ശ്രദ്ധയോടെ പഠിക്കുന്ന സമയത്ത്, അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം വരുന്നത് സംശയങ്ങളായിരിക്കും. ഡൗട്ട് ഇസ് എ സൈൻ ഓഫ് ഇന്റലിജൻസ് എന്ന് പറയാറുണ്ട്. ബുദ്ധിയുടെ ലക്ഷണമാണ് സംശയം ഉണ്ടാവുക എന്നുള്ളത്. മനസ്സിലായില്ല? അപ്പൊ സംശയം ഉണ്ടാകുന്നത് ഒരിക്കലും മോശമല്ല. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഹാൻഡ് റേസ് ചെയ്യാം, അല്ലെങ്കിൽ ചാറ്റിനകത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് ഇടാം. ആ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നമ്മുടെ ഓർഗനൈസേഴ്സ് അത് ഒബ്സർവ് ചെയ്യുന്നതായിരിക്കും. ആ ചോദ്യങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരവും നൽകപ്പെടുന്നതായിരിക്കും. ദയവായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. ഇസ് ദാറ്റ് ക്ലിയർ? ഇഫ് ഇറ്റ് ഇസ് ക്ലിയർ, then say clear. Just type clear or say type C in the chat. ചോദ്യങ്ങൾ ചോദിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ കുറച്ച് പേര് താങ്ക് യു. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. അപ്പോ ചോദ്യങ്ങൾ ദയവായിട്ട് ചോദിക്കുക. ഭഗവത്ഗീത തന്നെ നോക്കിയാൽ എങ്ങനെയാണ് അർജുനൻ ചോദ്യം ചോദിച്ചിട്ടാണ് ഭഗവത്ഗീത തുടങ്ങുന്നത്, അല്ലെ? ഓരോ സ്ഥലത്തും അർജുനൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീത പറയുന്നു. നമ്മൾ ഭഗവത്ഗീത എടുത്താലും, നമ്മുടെ ഏത് ശാസ്ത്രങ്ങൾ എടുത്താലും പൊതുവെ
എല്ലാം എന്ന് പറയാൻ പറ്റില്ല, പൊതുവെയുള്ള ശാസ്ത്രങ്ങളൊക്കെ ഭഗവത്ഗീത എടുത്താലും ശ്രീമദ് ഭാഗവതം എടുത്താലും പല ഉപനിഷത്തുകൾ എടുത്താലും ചോദ്യങ്ങൾ ചോദിക്കുന്നു, ശിഷ്യന്മാർ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഗുരു ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ശിഷ്യൻ ചിലപ്പോൾ അത് വ്യക്തമല്ലെങ്കിൽ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന് അടുത്ത നിലവാരത്തിൽ, ഉയർന്ന നിലവാരത്തിൽ ഗുരു ഒരു ഉത്തരം നൽകുന്നു. ഇങ്ങനെ ചോദ്യോത്തരങ്ങളായിട്ടാണ് ആധ്യാത്മിക ജ്ഞാനം പകർന്നു നൽകപ്പെടുന്നത്. മനസ്സിലായില്ലേ? ഭഗവത്ഗീതയിലും അങ്ങനെ തന്നെയാണ്. അവസാനം ഗുരു ചോദിക്കുന്നു, ശരി, ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു തന്നത് നിനക്ക് മനസ്സിലായോ എന്ന് പറഞ്ഞ് ഒരു ആധ്യാത്മിക ഗുരു എപ്പോഴും ചോദിച്ച് ഉറപ്പാക്കേണ്ടത് ഗുരുവിന്റെ കർത്തവ്യമാണ്. അതേപോലെ തന്നെ അർജുനൻ ആദ്യമായിട്ട് ചോദ്യം ചോദിക്കുന്നത് 2-ാം അധ്യായത്തിലാണ്. 1-ാം അധ്യായം നമുക്കറിയാം, കുരുക്ഷേത്ര യുദ്ധക്കളത്തിന്റെ ആ ഒരു പശ്ചാത്തലം ഭഗവത്ഗീത പറയാൻ, ഭഗവത്ഗീത ഉപദേശം നൽകപ്പെടാൻ ഉള്ള സാഹചര്യമാണ് അവിടെ വിവരിക്കപ്പെടുന്നത്, ഇല്ലേ? അപ്പൊ ആദ്യത്തെ അധ്യായത്തില് ഒരു പൊതുവിവരണമാണ്. മാത്രമല്ല അർജുന വിഷാദ യോഗം എന്ന് പറയും. അർജുനൻ ദുഃഖിക്കുന്നു, ഞാൻ യുദ്ധം ചെയ്യാൻ എനിക്കുണ്ടായിരുന്ന ആ ഒരു ഉത്സാഹം അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം എന്താണ്? എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? എൻ്റെ വ്യക്തികൾ, റൈറ്റ്? എൻ്റെ ഭ്രാതാക്കള്, ഞാൻ പിതൃതുല്യനായിട്ട് കരുതിയിരുന്ന വ്യക്തികള്, എൻ്റെ ഗുരുക്കന്മാര്, ദ്രോണാചാര്യരെ പോലുള്ള ഗുരുക്കന്മാര്, എൻ്റെ സഹോദരന്മാർ, ഇങ്ങനെ പല പല വ്യക്തികളും, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, എൻ്റെ ജീവനേക്കാൾ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തികള് എനിക്ക് ശത്രുക്കളായിട്ട് യുദ്ധം ചെയ്യാൻ നിൽക്കുന്നു. അല്ലയോ കൃഷ്ണ, ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് അർജുനൻ ദുഃഖിച്ച് ഗാണ്ഡീവത്തിന് ഉപേക്ഷിക്കുന്ന അധ്യായമാണ് 1-ാം അധ്യായം, റൈറ്റ്? അവിടെ അർജുനൻ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. 2-ാം അധ്യായം മുതൽ അർജുനൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന് ശ്രീകൃഷ്ണ ഭഗവാൻ ഉത്തരങ്ങൾ പറയുന്നു. അവസാനം 18-ാം അധ്യായത്തില് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ചോദ്യം ചോദിക്കുന്നു അർജുനനോട്. എന്ത് ചോദ്യം? ഞാൻ ഇത്രയും പറഞ്ഞു തന്നത് അല്ലയോ അർജുന, നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നു, അല്ലേ? അപ്പൊ അർജുനൻ അതിന് മറുപടി പറയുന്നത്, എനിക്ക് മനസ്സിലായി എന്ന് മാത്രമല്ല, മനസ്സിലായാൽ അടുത്തത് എന്ത് ചെയ്യണം? ഇത് നമുക്കും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഭഗവത്ഗീത മനസ്സിലായി, 3 മാസങ്ങൾ കൊണ്ട് നമ്മൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തു, നമുക്ക് മനസ്സിലായി ഭഗവത്ഗീത. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പുസ്തകം അടച്ചു വെക്കണം, നല്ലൊരു കോഴ്സ് ആയിരുന്നു എന്ന് നമ്മൾ പറയണം, പിന്നെ വീണ്ടും പഴയപടി ജീവിതത്തിലേക്ക് പോകണം. ഇതാണോ വേണ്ടത്? അല്ല. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഭഗവത്ഗീത മനസ്സിലായാല്? ഒരു കാര്യം മനസ്സിലായി എന്നുള്ളതിന് നമുക്ക് എങ്ങനെയാണ് തെളിവ് കാണിക്കാൻ പറ്റുക? Anybody wants to put in the chat? We should follow what we understood. Thank you, Jayanti madam. We should practice the learnings. അതെ, നമ്മൾ പഠിച്ച കാര്യം നമുക്ക് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം, അല്ലെ? We have to apply what we learn. അതുകൊണ്ട് അർജുനൻ പറയുന്നു, കരിഷ്യേ വചനം തവ എന്ന് പറഞ്ഞ് ആ യുദ്ധത്തിലേക്ക് അർജുനൻ ഇറങ്ങി, റൈറ്റ്? അതേപോലെ തന്നെ ഭഗവത്ഗീത പഠിച്ചു, മനസ്സിലായി എന്നുള്ളതിന്റെ തെളിവ് എന്തായിരിക്കണം? നമുക്ക് നമ്മുടേതായ ചെറിയ ചെറിയ യുദ്ധങ്ങൾ ഉണ്ടല്ലോ, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്കും ഉണ്ട്. കുരുക്ഷേത്രം പോലെ ആവണമെന്നില്ല, പക്ഷെ എന്നാലും നമുക്കൊക്കെ നമ്മുടെ ബാറ്റിൽ ഫീൽഡ്സ്, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ജീവിതത്തിൽ ചാലഞ്ചസ് ഉണ്ട്, നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് ഡിപ്രസിങ് സിറ്റുവേഷൻസ് നമ്മൾ കടന്നു പോകേണ്ടി വരാം, പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഭഗവത്ഗീത നമുക്ക് യൂസ്ഫുൾ ആയിരിക്കണം. അതിന് നമ്മൾ ഒരു സ്പിരിച്വൽ പ്രോസസ്, എന്താണ് പറയുന്നത്? എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യാമോ? സ്പിരിച്വൽ പ്രോസസ്, ആധ്യാത്മിക പ്രക്രിയ, അത് ഭഗവത്ഗീത ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ കോഴ്സ് ഫോളോ ചെയ്യുന്നതിന്റെ കൂടെ, മനസ്സിലാക്കുന്നതിന്റെ കൂടെ എന്ത് ചെയ്യണം? ഒരു സ്പിരിച്വൽ പ്രോസസ്, ആധ്യാത്മിക പ്രക്രിയ, അത് നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഇനി ആ സ്പിരിച്വൽ പ്രോസസ്സിന്റെ ഒരു പാർട്ട്, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആധ്യാത്മിക പ്രക്രിയ അർജുനനോട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു. ഇത് ശ്രദ്ധിച്ച് കേൾക്കണേ, വെരി ഇമ്പോർട്ടൻറ്റ് ഇനി പറയാൻ പോകുന്നത്.
ഭഗവത്ഗീത പഠിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? പൊതുവെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഭഗവത്ഗീതയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? കർമ്മം ചെയ്യുക, റൈറ്റ്? ഇതാണ് പലപ്പോഴും പൊതുവെ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നതാണ്. ഭഗവത്ഗീത പഠിച്ചാൽ എന്താ ചെയ്യേണ്ടത്? കർമ്മം ചെയ്യുക, നീ നിന്റെ കർമ്മം ചെയ്യുക. ഇതാണോ ഭഗവത്ഗീതയുടെ ഉപദേശം? അതെ, പക്ഷേ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ പോയിന്റും കൂടെ ഉണ്ട്, റൈറ്റ്? ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, മാം അനുസ്മര യുദ്ധ്യച്ച എന്ന് പറയുന്നു. എന്ത് പറയുന്നു? മാം അനുസ്മര യുദ്ധ്യച്ച. അതായത് കർമ്മം ചെയ്യുക, പക്ഷെ അതിന്റെ കൂടെ എന്തും കൂടി ചെയ്യണം? എന്നെ സ്മരിക്കുക, റൈറ്റ്? സോ രണ്ട് കാര്യങ്ങളുണ്ട്. റിമെമ്പർ മീ ആൻഡ് ഫൈറ്റ്. ഇതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത്. റിമെമ്പർ മീ ആൻഡ് ഫൈറ്റ്, റൈറ്റ്? അപ്പോൾ ഭഗവാനെ എല്ലായ്പ്പോഴും ഓർക്കുക. എന്നിട്ട് നമ്മുടെ ജീവിത സംഗ്രാമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ചെയ്യാനുള്ളത് ഭഗവത് സ്മരണയോട് ചെയ്യുക. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പേരിട്ടിരിക്കുന്നത്. കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് വെച്ചാൽ കൃഷ്ണനെ കോൺഷ്യസ്നസ്സിൽ, ബോധത്തിൽ വെച്ചുകൊണ്ട് കൃഷ്ണ അവബോധത്തോടെ നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, റൈറ്റ്? ഭഗവത്ഗീതയെ കുറിച്ചൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടാകാം. അതായത് ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകം വിട്ടുപോകേണ്ടി വരും, കാവി ഉടുക്കേണ്ടി വരും, സ്വാമിയാരാകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തെറ്റിദ്ധാരണകൾ പലതുമുണ്ട്, റൈറ്റ്? അതൊക്കെ ആധ്യാത്മികമാണ്. അതൊക്കെ വയസ്സായി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ലാത്ത സമയത്താണ് നമ്മൾ ഇതൊക്കെ പഠിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് തോന്നാം. അങ്ങനെയൊന്നുമല്ല. ഭഗവത്ഗീത ആരോടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പഠിപ്പിക്കുന്നത്? ആരെയാണ് പഠിപ്പിക്കുന്നത്? അർജുനൻ, റൈറ്റ്? അർജുനൻ ഭഗവത്ഗീത കേൾക്കുന്നതിന് മുൻപ് ആരായിരുന്നു? ചാറ്റിൽ ടൈപ്പ് ചെയ്യാം, whoever wants, like what was Arjuna before he heard Bhagavad Gita? He was a warrior, right? ഒരു യോദ്ധാവായിരുന്നു അർജുനൻ. ഇനി ഭഗവത്ഗീത കേട്ട് കഴിഞ്ഞ് എല്ലാം മനസ്സിലായ ശേഷം അർജുനൻ എന്തായി? എന്തെങ്കിലും ആയി മാറിയോ? ഇല്ല, അപ്പോഴും അർജുനൻ യോദ്ധാവായിരുന്നു. അതുകൊണ്ട് ആ തരത്തിലുള്ള മാറ്റമല്ല നമ്മൾ ഭഗവത്ഗീത പഠനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഇപ്പോ എന്താണോ 3 മാസം കഴിഞ്ഞ് അതേ വ്യക്തികൾ തന്നെ ആയിരിക്കും. മനസ്സിലായില്ല? ആ മാറ്റമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു ബാഹ്യമായ ഒരു എക്സ്റ്റേണൽ ചേഞ്ച് അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മാം അനുസ്മര, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കൃഷ്ണ സ്മരണയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇനിയും ഭംഗിയായി, ഇനിയും ഫലവത്തായി, ഇനിയും ദൃഢനിശ്ചയത്തോടെ, ഇനിയും ഒരു മനസ്ഥിരതയോടെ നമുക്ക് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഭഗവത്ഗീത പഠിച്ചു എന്ന് നമുക്ക് നമ്മളോട് തന്നെ പറയാൻ സാധിക്കുന്നു. മനസ്സിലായില്ലേ? സോ ഇറ്റ് ഈസ് ആക്ച്വലി ടു മേക്ക് us മോർ സ്റ്റഡി, നോട്ട് ടു ചേഞ്ച് us എക്സ്റ്റേർണലി, ബട്ട് ടു ഗിവ് ഇന്റേണൽ സ്ട്രെങ്ത് ബൈ റിമെമ്പറിങ് ലോർഡ് കൃഷ്ണ ഓൾ ദ ടൈം. മാം അനുസ്മര എന്ന് പറയുന്നു. അങ്ങനെ ഭഗവാനെ എല്ലാ സമയത്തും സ്മരിക്കണമെങ്കിൽ ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ 10ാം അധ്യായത്തിൽ പറയുന്നു, യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് പറയുന്നു. യജ്ഞങ്ങളിൽ വെച്ച് ജപയജ്ഞമാണ് ഞാൻ എന്ന് പറയുന്നു. അതായത് ഭഗവാന്റെ തിരുനാമങ്ങൾ, റൈറ്റ്? നാമജപയജ്ഞം, ഇതുവഴിയാണ് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുക. നേരത്തെ പറഞ്ഞ മാം അനുസ്മര യുദ്ധ്യച്ച, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നിന്റെ കർമ്മം ചെയ്യുക എന്നുള്ള ആ സ്മരണം സാധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നാമജപം അത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് വരുന്ന ക്ലാസ്സുകളിൽ ഇതും ഒരു പ്രധാന ഒഴിച്ചുകൂടാനാകാത്ത ഘടകമായിരിക്കും. എന്ത് ചെയ്യും? നമ്മൾ ഹരിനാമത്തിന്റെ മാഹാത്മ്യം, ഭഗവൻ നാമങ്ങളുടെ മാഹാത്മ്യത്തെക്കുറിച്ച് എല്ലാ ദിവസവും, അല്ലെങ്കിൽ ഭൂരിഭാഗം ദിവസങ്ങളിലും ഹരിനാമ മാഹാത്മ്യത്തെക്കുറിച്ചും നമുക്ക് ചർച്ചയുണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും നാമജപത്തിന്റെ കൂടെ ഭഗവത്ഗീത പഠനം ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ വളരെ ഫലവത്തായിരിക്കും. ഉടനെ തന്നെ, ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് അതിന്റെ ഒരു പോസിറ്റീവ് റിസൾട്ട്, ഒരു മനസ്സമാധാനത്തിന്റെ രൂപത്തിലും നമ്മുടെ ബുദ്ധിക്ക് ഒരു ഫോക്കസ് കിട്ടുന്ന രൂപത്തിലും, നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ കൂടെ ഭഗവാൻ ഉണ്ട്, ഇല്ലേ? സാധാരണ ഇപ്പൊ കേട്ടിട്ടുണ്ട്, സർക്കാർ ഒപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ലോഗൻസ് ഉണ്ട്. അതുപോലെ തന്നെ
ഭഗവാൻ ഒപ്പമുണ്ട് എന്നുള്ളത് നമുക്ക് അനുഭവവേദ്യമായിട്ട് അറിയാൻ സാധിക്കും. റൈറ്റ്? അതുകൊണ്ട് ജപം ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ കൂടെ തന്നെ ഭഗവത്ഗീത പഠനം. സോ അവസാനമായിട്ട് ഭഗവത്ഗീതയുടെ പശ്ചാത്തലം നമുക്കറിയാം. ഏത് ഗ്രന്ഥത്തിനകത്താണ് ഭഗവത്ഗീത വരുന്നത്? ഭഗവത്ഗീത എന്ന് പറയുന്ന 700 ശ്ലോകങ്ങള് ഏതോ ഒരു വലിയ ഗ്രന്ഥത്തിന്റെ അകത്താണ് ഇരിക്കുന്നത്. ഏത് ഗ്രന്ഥമാണത്? ക്വസ്റ്റ്യൻ. ഭാഗവതം എന്ന് ഭീഷ്മപർവത്തിൽ, ഭാഗവതത്തിലെ ഭീഷ്മപർവത്തിൽ, ഭാഗവതത്തിലെ ഭീഷ്മപർവത്തിൽ, ഭാഗവതത്തില് ഭീഷ്മപർവത്തിലും ഭാഗവതത്തിലൊരു ഭീഷ്മപർവം ഇല്ലല്ലോ. യെസ്, മഹാഭാരതം എന്ന് മറ്റു പലരും പറയുന്നു. ദാറ്റ് ഇസ് ദി കറക്റ്റ് ആൻസർ. റൈറ്റ്? മഹാഭാരതത്തിലാണ് 18 പർവ്വങ്ങളുള്ളത്. അതുകൂടാതെ 19ാമത്തെ പർവ്വമായിട്ട് ഹരിവംശ പർവ്വമുണ്ട്. പക്ഷെ ഈ ആദ്യ 18 പർവ്വത്തിന്റെ നടുഭാഗത്തായിട്ട് ഭീഷ്മ പർവ്വം, അവിടെയാണ് മഹാഭാരത യുദ്ധം തുടങ്ങുന്നത്. അവിടെ വെച്ചിട്ടാണ് ഭഗവത്ഗീത പറയപ്പെടുന്നത്. റൈറ്റ്? അപ്പോ മഹാഭാരതം എഴുതിയത് ആരാണ്? മഹാഭാരതം എഴുതിയത്? വേദവ്യാസൻ. അത് കറക്റ്റ് ആണ്. വേദവ്യാസനാണ് മഹാഭാരതം. അതിൽ ചെറിയൊരു ഡീറ്റെയിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. വേദവ്യാസൻ മഹാഭാരതം അദ്ദേഹം ചൊല്ലി. അത് എഴുതിയതാരാണ്? ഗണപതി ഭഗവാൻ. ഗണപതി, വിഘ്നേശ്വരൻ, വിനായകൻ, ഗണപതിയാണ് മഹാഭാരതം എഴുതിയത്. അല്ലെ? അതിലൊരു രസകരമായ ഒരു ചരിത്രമുണ്ട്, കേട്ടിട്ടുണ്ടാവും. ഇത് എഴുതാൻ ആരെങ്കിലും വേണമല്ലോ. കാര്യം മഹാഭാരതം എന്ന് പറയുന്നത് വിശാലമായിട്ട് കിടക്കുകയാണ്. 1,10,000-ൽ പരം ശ്ലോകങ്ങളാണ് മഹാഭാരതത്തിലുള്ളത്. മഹാഭാരതം, റൈറ്റ്? അത്രയും വിശാലമായ, നമുക്ക് ജീവിതത്തില് നേരിടാൻ സാധിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ സ്വപ്നത്തിൽ പോലും നേരിടാൻ നമ്മൾ ആഗ്രഹിക്കാത്ത സാഹചര്യങ്ങളിൽ കൂടി പല വ്യക്തികളും പല ഭക്തന്മാരും കടന്നുപോയി. അതിനൊക്കെ ചേർത്തിട്ട് മഹാഭാരതമായിട്ട് വേദവ്യാസൻ അതിനെ ക്രോഡീകരിക്കുന്നു. ഇതിഹാസങ്ങൾ, രാമായണം, മഹാഭാരതം എന്ന് പറയുന്ന 2 ഇതിഹാസങ്ങൾ, മഹാഭാരതത്തിനെ വേദവ്യാസൻ ക്രോഡീകരിക്കുന്നു. പക്ഷേ അതിനെ എഴുതി റിട്ടേൺ ആയിട്ട്, കാര്യം കലിയുഗത്തില് ആൾക്കാർക്ക് ഓർമ്മശക്തി കുറവായിരിക്കും എന്നുള്ളത് കൊണ്ട് ഈ ശ്രുതിയായിട്ട് പറയുന്ന, വായ്ത്താരിയായിട്ട് പറയുന്ന കാര്യങ്ങളെയൊക്കെ എഴുത്തില് ഉൾക്കൊള്ളിച്ചാലേ അത് നിലനിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട്, ആരാണ് എഴുതാൻ യോഗ്യൻ എന്ന് ചോദിച്ച സമയത്ത് ആര് വന്നു? ഗണപതി വന്നു പറഞ്ഞു, ഞാൻ എഴുതാം. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. എന്താണ് ആ വ്യവസ്ഥ? ഒരു ഗ്യാപ്പ് ഇടാതെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതെ, ഗ്യാപ്പ് വിടാതെ പറഞ്ഞുകൊണ്ടിരിക്കണം. വ്യാസൻ എവിടെങ്കിലും ഗ്യാപ്പ് വിട്ടു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ പേന വെച്ച് നിർത്തി എണീറ്റ് പോവും. അങ്ങനെ ഗണപതിയുടെ ഒരു വ്യവസ്ഥ. അപ്പൊ വേദവ്യാസൻ ആലോചിച്ചു, ശരി, ഗണപതിയെ പോലെ അതിന് യോഗ്യനായ വ്യക്തിയില്ല. വാസ്തവത്തിൽ ആലോചിച്ച് നോക്കൂ, വിഘ്നേശ്വരനാണ് എഴുതുന്നത് മഹാഭാരതം. സോ ഭഗവത്ഗീത എഴുതിയതും എഴുത്തിനാക്കിയതും ഗണപതിയാണ്. അതുകൊണ്ട് ഭഗവത്ഗീത ദിവസവും വായിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള വിഘ്നങ്ങളും നമ്മളെ ബാധിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു തരത്തിലുള്ള വിഘ്നവും ബാധിക്കില്ല. വിഘ്നേശ്വരൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയതാണ് ഭഗവത്ഗീത. അതിനുവേണ്ടി എങ്കിലും ദിവസവും നമ്മൾ ഭഗവത്ഗീത വായിക്കണം. മനസ്സിലായില്ലേ? അപ്പോ ഗണപതി അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചു. തിരിച്ചൊരു വ്യവസ്ഥ വേദവ്യാസനും വെച്ചു. എന്താണ് ആ വ്യവസ്ഥ? ആർക്കറിയാം? വേദവ്യാസന് ഒട്ടും വിട്ടില്ല. വേദവ്യാസൻ മനസ്സിലാക്കാതെ എഴുതരുതെന്ന്, അർത്ഥം മനസ്സിലാക്കാതെ എഴുതരുത്. അതെ, അർത്ഥം മനസ്സിലാക്കാതെ ഒന്നുമേ എഴുതരുത് എന്ന് പറയും. അപ്പൊ അങ്ങനെ വരുമ്പോ വേദവ്യാസന് കുറച്ച് സമയം വേണ്ടി വരും. അടുത്ത ശ്ലോകങ്ങൾ രചിക്കാനുള്ള സമയം വേണ്ടി വരുന്നതിനിടയ്ക്ക് ഒരു വിശേഷിച്ചും ബുദ്ധിമുട്ടുള്ള ഒരു ശ്ലോകത്തിനെ ഇട്ട് കൊടുത്തിട്ട് ഗണപതിയോട് പറയും,
ഈ ശ്ലോകം ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഗണപതി, വിനായകൻ, വിഘ്നേശ്വരൻ അവിടെ ഇരുന്ന് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതിനിടയ്ക്ക് അടുത്ത 5 ശ്ലോകം വേദവ്യാസൻ മനസ്സിൽ അതിനെ വിഭാവനം ചെയ്ത് ഗണപതി ഇത് മനസ്സിലാക്കുന്ന സമയത്ത് അടുത്ത 5 ശ്ലോകം റെഡി. ഇങ്ങനെയാണ് മഹാഭാരതം എഴുതപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള മഹാഭാരതത്തിനകത്ത് ഈ ഒരു സന്ദർഭത്തില് അതിന്റെ നട്ടനടുക്കായിട്ട് ഭഗവത്ഗീതയെ അവിടെ സ്ഥാപിക്കുന്നു. നമുക്കറിയാം, കുരുക്ഷേത്ര യുദ്ധം, ധൃതരാഷ്ട്രന്റെ 100 പുത്രന്മാരും മറുപക്ഷത്ത് ധൃതരാഷ്ട്രന്റെ തന്നെ അനുജനായ പാണ്ഡുവിന്റെ 5 പുത്രന്മാരും പാണ്ഡവന്മാരും തമ്മിലുള്ള ഒരു യുദ്ധം നടക്കാൻ പോവുകയാണ്. രണ്ടുപേരും ഭരത മഹാരാജാവ് എന്ന് പറയുന്ന, ഭാരതം എന്ന് പറയുന്ന ഭാരത പ്രദേശം, ഈ മുഴുവൻ ഭൂമിയും ഒരു കാലത്ത് ഭാരതമായിരുന്നു. അതിന്റെ ഏകാധിപതി ചക്രവർത്തി ഭരത മഹാരാജാവായിരുന്നു. ആ ഭരത മഹാരാജാവിന്റെ വംശത്തിൽ വരുന്ന കൗരവ വംശത്തില്, പിന്നീട് അതിനെ കൗരവ വംശം എന്നും അറിയപ്പെട്ടു, കുരുവംശം എന്നറിയപ്പെട്ടു. അതിൽ വരുന്ന സഹോദരരാണ് ധൃതരാഷ്ട്രനും പാണ്ഡുവും. ഭരത മഹാരാജാവിന്റെ വംശത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് മഹാഭാരതം എന്നുള്ള പേര് ഈ ഗ്രന്ഥത്തിന് ലഭിക്കുന്നത്. പിന്നെ നമുക്കറിയാം, ധൃതരാഷ്ട്രനാണ്, പാണ്ഡുവും ധൃതരാഷ്ട്രം നോക്കുമ്പോൾ ധൃതരാഷ്ട്രനാണ് മൂത്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെയാണ് രാജ്യഭരണം കിട്ടേണ്ടത്. പക്ഷേ ശാസ്ത്രമനുസരിച്ച് അന്ധനായ ഒരു വ്യക്തിക്ക് രാജ്യഭാരം നടത്താൻ സാധിക്കില്ല എന്നതുകൊണ്ട് മാത്രം ആ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഒരു അവകാശം ഇളയ സഹോദരനായ പാണ്ഡുവിന് ലഭിക്കുകയുണ്ടായി. പക്ഷേ അങ്ങനെ പാണ്ഡു ഭരിക്കാൻ തുടങ്ങുന്ന ഒരു സമയത്ത് എന്ത് സംഭവിച്ചു? അദ്ദേഹം ഏറ്റെടുക്കാൻ പോകുന്ന ഒരു സമയത്ത് അദ്ദേഹം മരിച്ചുപോയി. ആ കഥ നമുക്കറിയാം. അങ്ങനെ എന്തായെന്ന് വെച്ചാൽ, അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹമാണ് രാജ്യ അവകാശി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുത്രന്മാരായ പഞ്ചപാണ്ഡവന്മാർക്ക് ഈ രാജ്യഭാരം എത്തിച്ചേരേണ്ടതുണ്ട്. അതിൽ മൂത്തതായി യുധിഷ്ഠിരൻ എത്തിച്ചേരേണ്ടതുണ്ട്. പക്ഷേ ആ സമയത്ത് ഇവരൊക്കെ മൈനർ ആയിരുന്നു, എന്ന് വെച്ചാൽ പ്രായപൂർത്തിയാകാത്തവരായിരുന്നു എന്നുള്ളത് കൊണ്ട് താൽക്കാലിക ഇടക്കാല ഭരണം എന്നുള്ള നിലയ്ക്ക് ധൃതരാഷ്ട്രന്റെ കയ്യിലേക്ക് രാജ്യഭാരം വന്നെത്തി. പക്ഷേ ആ സമയത്ത് ധൃതരാഷ്ട്രനും പാണ്ഡുവും അവരുടെ എല്ലാവരുടെയും പുത്രന്മാര് ഈ പറയുന്ന ഒരേ രാജകൊട്ടാരത്തില്, ഹസ്തിനാപുരത്തിൽ തന്നെയാണ് അവര് വളർന്നത്. പിന്നെ അവര് രണ്ട് കൗരവ പാണ്ഡവ 2 പേരെയും ട്രെയിൻ ചെയ്തത്, അസ്ത്രവിദ്യകളിലൊക്കെ നിപുണരാക്കിയത് ദ്രോണാചാര്യരും. അതേപോലെ തന്നെ അവരെല്ലാം പരിപാലിച്ച് ഒരു പിതാമഹൻ എന്നുള്ള ഒരു സ്ഥാനത്ത് നിന്ന് ഈ മഹാഭാരതത്തിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണഭൂതനായ ഒരു വ്യക്തി ഭീഷ്മദേവൻ, അല്ലെ? ഇതൊക്കെ നമുക്കറിയാം. അങ്ങനെ ധൃതരാഷ്ട്രന് ഇടക്കാല ഭരണം നടത്തുന്നു. പക്ഷേ ധൃതരാഷ്ട്രന്റെ പുത്രന്മാരിൽ, അതിൽ വിശേഷിച്ചും മൂത്ത പുത്രനായ ദുര്യോധനന് പാണ്ഡവന്മാരോട് വെറുപ്പായിരുന്നു. ഓരോരോ സന്ദർഭങ്ങളിലും പാണ്ഡവന്മാരെ വധിക്കണമെന്നും രാജ്യം കൈക്കലാക്കണമെന്നും അതിയായ ആഗ്രഹവും, അതേപോലെ തന്നെ അതിന് ധാർമ്മികമോ അധാർമികമോ ആയ മാർഗങ്ങളുമൊക്കെ ദുര്യോധനൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവസാനം നമുക്കറിയാം, അരക്കില്ലത്തില് ധൃതരാഷ്ട്രന്റെ അനുവാദത്തോടെ അവരെയൊക്കെ ജീവനോടെ കൊല്ലാൻ ദുര്യോധനൻ ശ്രമിച്ചു. പക്ഷേ ഓരോ സമയത്തും 2 വ്യക്തിത്വങ്ങൾ, ഒന്ന് വിതുരൻ, ധൃതരാഷ്ട്രന്റെ തന്നെ സഹോദരൻ എന്ന് പറയാവുന്ന വിതുരനും, അതേപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനും, ഇവർ 2 പേരുമാണ് പാണ്ഡവന്മാരെ എല്ലാ സമയവും രക്ഷിച്ചിട്ടുള്ളത്. അപ്പോ അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ അവസാനം യുദ്ധക്കളത്തില്, മഹാഭാരത യുദ്ധം നടക്കാൻ പോകുന്നു, വനവാസമൊക്കെ കഴിഞ്ഞു. ആ യുദ്ധം നടക്കാൻ പോകുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ, നമുക്കറിയാം, യുദ്ധത്തിന് മുൻപ് ഭഗവാനെ 2 കൂട്ടരും സമീപിക്കുന്നു. ദുര്യോധനനും സമീപിക്കുന്നു, അർജുനനും സമീപിക്കുന്നു. അപ്പൊ ഭഗവാൻ പറയുന്നു, എന്റെ സൈന്യം, നാരായണ സേന, അത്രയും ശക്തമായ നാരായണ സേന ഒരു പക്ഷത്ത്, മറുപക്ഷത്ത് ഏകനായ ഞാൻ, കൃഷ്ണൻ,
അതും ഞാൻ ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞൊരു പ്രതിജ്ഞയും കൂടെ. അതായത് നിരായുധനായ കൃഷ്ണൻ ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് നാരായണ സേന. പക്ഷേ ദുര്യോധനന്റെ പ്രായോഗിക ബുദ്ധിയിൽ ദുര്യോധനന് തോന്നി, ശരി, ആയുധമെടുക്കാത്ത കൃഷ്ണൻ എന്തിന്, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ദുര്യോധനൻ ഒരു തീരുമാനം തെറ്റായി എടുത്തു. ആ തീരുമാനം എടുത്തപ്പോൾ ദുര്യോധനനും പുറമേ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അതേസമയം അർജുനനും വളരെ വളരെ സന്തോഷമായി. ഞാനും ആഗ്രഹിച്ച അത് തന്നെയാണ്, ഇല്ലേ? രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ അർജുനനും അത് തന്നെ ആഗ്രഹിച്ചിരുന്നു. എനിക്ക് കൃഷ്ണനെ മാത്രം മതി. എവിടെ കൃഷ്ണനുണ്ടോ അവിടെ വിജയം സുനിശ്ചിതമാണ്. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനീതിർ മതിർമമ എന്ന് ഭഗവത്ഗീതയുടെ അവസാന ശ്ലോകം പറയുന്നു. അങ്ങനെ അർജുനന്റെ തേരാളിയായി ശ്രീകൃഷ്ണ ഭഗവാൻ നിൽക്കുന്നു. അർജുനൻ ആ ഒരു നിർണായകമായ ഘട്ടത്തിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നറിയാതെ നിൽക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ നിരായുധനാണെങ്കിൽ പോലും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അർജുനനെ യഥാവിധി ഉപദേശിച്ച് അങ്ങനെ അർജുനനെ വീണ്ടും ഉത്തേജിതനാക്കി ധർമ്മയുദ്ധം ചെയ്യാൻ അർജുനനെ പ്രേരിപ്പിച്ച് അവസാനം എല്ലാ വിജയവും അർജുനനും അർജുനൻ വഴി മറ്റുള്ളവരും വഴി പാണ്ഡവ കുലത്തിന് തന്നെ ലഭിച്ചു. ഇതാണ് നമുക്ക് ഭഗവത്ഗീതയിൽ അറിയാവുന്ന ഒരു കഥ. അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലം, ഈ ഒരു യുദ്ധ രംഗം എന്ന് പറയുന്നത് നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ചെറുതും വലുതുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ ഭഗവത്ഗീത നമുക്ക് വേണ്ടി തന്നെയാണ് കൃഷ്ണാർജുനന്മാര് സംവാദം ചെയ്തിരിക്കുന്നത്. അതിനെ ശ്രീല പ്രഭുപാദ് നേരത്തെ പറഞ്ഞതുപോലെ കൃഷ്ണന്റെ ഉദ്ദേശം ഒരു ഇഞ്ച് പോലും മാറാതെ അതേപോലെ നമുക്കായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ശ്ലോകങ്ങളും ഭാവാർത്ഥങ്ങളും ഒക്കെ ഇവിടെയുള്ള നമ്മുടെ മുതിർന്ന ഭക്തന്മാര് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. അപ്പോ നിങ്ങളോട് ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ, ഈ കോഴ്സിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. ഭഗവത്ഗീത യഥാരൂപം തീർച്ചയായിട്ടും കൈവശം വെക്കുക. അതുണ്ടെങ്കിൽ അത് ദിവസവും ആ കോഴ്സിന്റെ സമയത്ത് അത് യൂസ് ചെയ്യുക. മറ്റു സമയങ്ങൾ അത് വായിക്കുക. പുസ്തകം ഇല്ലെങ്കിൽ ദയവായിട്ട് അതൊരു കോപ്പി കിട്ടാനുള്ളൊരു ശ്രമം നടത്തുക. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ കൂടെ തന്നെ ഭഗവാന്റെ സ്മരണം വർദ്ധിപ്പിക്കാൻ വേണ്ടി നാമജപം, അതിന്റെ വിശദാംശങ്ങൾ ഭക്തന്മാർ പറയുന്നത് കേട്ട് നാമജപം ഒരു ജീവിതചര്യയാക്കി തീർക്കുക. ഇതെല്ലാം കൊണ്ട് നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ശാന്തിയും സമാധാനവും ആധ്യാത്മിക സുഖവും അതേപോലെ തന്നെ തൃപ്തി നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള അതാണ് സംതൃപ്തി. അതെല്ലാം നിഷ്പ്രയാസം നമ്മളെ തേടി വരും. അതിനുവേണ്ടി ശ്രീകൃഷ്ണ ഭഗവാനോട് എല്ലാവരോടും ചേർന്ന് ഞാനും ഈ ഒരു കോഴ്സിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളരെ നന്ദി, നമസ്കാരം, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഗോപാൽ പ്രഭു. നമുക്കൊരു ഓവർവ്യൂ തന്നതിന്, ഈ ക്ലാസ് എങ്ങനെയാണ് ഇത് നമുക്ക് ഉപയോഗകരമാകുക ഭഗവത്ഗീത വായിക്കുന്നതും, പിന്നെ എങ്ങനെ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതും നമുക്ക് ഈ കോഴ്സിലൂടെ അറിയാൻ പറ്റുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഗോപാൽ പ്രഭു. അടുത്തതായിട്ട് ഇന്ന് നമുക്ക് ഭഗവത്ഗീത ശ്ലോകങ്ങൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യത്തില്ല. എന്നിരുന്നാലും ഗീതാ മഹാത്മ്യം അറിയുന്നതിനായിട്ട് നമുക്കത് പറഞ്ഞു തരുവാൻ നളിന മാതാജിനെ ക്ഷണിക്കുന്നു. നളിന മാതാജി നമ്മളുടെ ഈ കോഴ്സ് ഭഗവത്ഗീത കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു വലിയൊരു ദൗത്യം മാതാജിയാണ് ഓർഗനൈസ് ചെയ്യുന്നതുമെല്ലാം. സോ നല്ല മാതാജിനെ ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു മാതാജി. ഗോപാൽ പ്രഭുവിന്റെ സൂപ്പർ ക്ലാസ് ആയിരുന്നു. അത് നന്നായിട്ടൊരു ബേസ് കിട്ടിയ പോലെയാണ്, ഫൗണ്ടേഷൻ കിട്ടിയ പോലെയാണ്. ഇനി ഇതിൽ വെച്ചിട്ടാണ് എല്ലാവരും അത് മനസ്സിലാക്കേണ്ടത്. നല്ലൊരു ക്ലാസ് ഗോപാൽ പ്രഭു തന്നിട്ടുണ്ട്. വളരെ നന്ദി പ്രഭു. എനിവേ ഇന്ന് നമുക്ക് ഈ അവസരം നിങ്ങൾ എല്ലാവരും ചേർന്ന് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ
നമുക്ക് ഭഗവാനോടും പ്രാർത്ഥിക്കാം, നമ്മുടെ ഗുരു മഹാരാജിനോടും നമ്മുടെ ഗുരു പരമ്പരയോടും പ്രാർത്ഥിക്കാം. നമുക്ക് ഈ കോഴ്സും കൂടെ, ഈ 3 മാസം കൂടെ നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്ന് പ്രാർത്ഥന തുടങ്ങാം. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനി നാമിനെ നമാചാര്യപാദായ നിത്യകൃപപ്രദായനെ ഗൗരഗതം നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനി നാമിനെ നമസ്തേ സരസ്വതി ദേവിക്ക് ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്തദേശ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. താങ്ക് യു. അപ്പോ ഭഗവത്ഗീതയെ പറ്റി ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്നവര് കുറെ പേരുണ്ടാവും. ഇതിനു മുമ്പത്തെ സെഷനും കേട്ടിട്ടുണ്ട്, ഗീതാ മഹാത്മ്യത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് ഗീത എന്താണ്, എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം എന്താണ്, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് എന്നുകൂടെ നമുക്ക് ഇതിന്ന് മനസ്സിലാക്കും. അപ്പോൾ മഹാത്മ്യം എന്ന് വെച്ചാൽ ഭഗവത്ഗീതയുടെ ശങ്കരാചാര്യർ എഴുതിയ 7 ശ്ലോകങ്ങളുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്താ പറയാ, എല്ലാം കൊണ്ടും അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഭഗവത്ഗീത എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോ നമ്മളത് മനസ്സിലാക്കണം. ആദ്യത്തെ ശ്ലോകത്തില് നമുക്ക് പോകാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ഗീതാ മഹാത്മ്യം ഗീതാശാസ്ത്രമിദം പുണ്യം യഃ പഠേത് പ്രയതഃ പുമാൻ വിഷ്ണോ പദമവാപ്നോതി ഭയശോകാദിവർജിതഃ. അപ്പോ ഭയശോകാദിവർജിതഃ, ഇതിന്റെ ഇമ്പോർട്ടൻസ് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഭഗവത്ഗീത ഒരു അതീന്ദ്രിയ സാഹിത്യമാണ്. അത് വളരെ ശ്രദ്ധയോടുകൂടി വായിക്കണം. ഗീതാശാസ്ത്രമിതം പുണ്യം യഃ പഠേത് പ്രയതഃ പുമാൻ. ഭഗവത്ഗീതയുടെ നിർദ്ദേശങ്ങൾ വേണ്ടവണ്ണം പിന്തുടരുന്നവർ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും മുക്തരാവും. ഭയശോകാദി വർജിതഃ, ജീവിതത്തിലെ എല്ലാ ഭയങ്ങളിൽ നിന്നും വിമുക്തനാകും. അടുത്ത ജന്മം ആത്മീയ ജീവിതം കൈവരിക്കുകയും ചെയ്യും. ഗീതാ മഹാത്മ്യം 1. വേറെയും നേട്ടമുണ്ട്. അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താ? ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും മുക്തരാവും. ഇതിൽ പരം നമുക്ക് വേറെ ഒന്നുമില്ല, അല്ലെ? എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ ഈ കിട്ടിയ ജീവിതം വളരെ ആർഭാടത്തോടെ ജീവിക്കുന്നു, എല്ലാം സന്തോഷം. എന്താ, വളരെ തുച്ഛമായിട്ടുള്ള സമയമാണ് 60 വയസ്സ് 80 വയസ്സ് എന്ന് വെച്ചാൽ ഒരു കുമിള പോലെയാണ്, ഒരു കുളത്തിലെ ഒരു കുമിള. ആ കുമിള പൊട്ടാനായിട്ട് അധികം സമയം വേണ്ട. ഈ 60 വയസ്സെന്ന് വെച്ചാൽ വളരെ മൈന്യൂട്ടാണ്. നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇത് 60, 80, 100 വയസ്സൊക്കെ ആയെന്ന് വെച്ചാൽ വളരെ വലിയ കാര്യമൊന്നാ, അല്ല. അപ്പോ നമ്മുടെ ഈ ദുരിതം, ഈ 100 വയസ്സിൽ കൂടെ കടന്നു പോകുന്ന ദുരിതങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ശരീരം എടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ കർമ്മങ്ങൾ, ആ കർമ്മങ്ങളുടെ പശ്ചാത്തലത്തിൽ വരുന്ന പാപങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മള് ജീവിക്കുന്നത് അജ്ഞാന ലോകത്താണ്. അപ്പൊ ഈ അജ്ഞാന ലോകത്തിലാണ് നമ്മൾ, അന്ധകാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതാണ് ഈ അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയ. അപ്പൊ അജ്ഞാനമാവുന്ന നമ്മൾ, ഈ അന്ധകാരത്തിൽ ജീവിക്കുന്ന നമ്മളെ കരകയറ്റണമേ ഗുരുവേ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഗുരുവിനോട്. അപ്പൊ ഈ അജ്ഞാനമായ നമുക്ക്, അന്ധകാരമായ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒന്നിനു പുറകെ വേറൊന്ന് പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എല്ലാ പാപങ്ങളുടെ ഫലങ്ങളിൽ നിന്നും മുക്തരാകാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവത്ഗീത. ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഭഗവത്ഗീത നമ്മൾ മനസ്സിലാക്കുക. ഭഗവാൻ ഒരു മാനുവൽ പോലെയാണ് ഇത് തന്നിരിക്കുന്നത്.
നമ്മള് ഒരു വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഷീൻ സാധനങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ കടയിൽ നിന്നും അല്ലെങ്കിൽ ആ സ്റ്റോർ റൂമിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് എന്താ, ഒരു ഓപ്പറേഷൻ മാനുവൽ. ഈ ഓപ്പറേഷൻ മാനുവൽ നമ്മുടെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമുക്ക് തോന്നുന്ന പോലെ നമ്മൾ ഈ വാഷിംഗ് മെഷീൻ ഘടിപ്പിക്കാനും അല്ലെങ്കിൽ റെഫ്രിജറേഷൻ ഫ്രിഡ്ജ് അത് വേണ്ട വിധത്തില് ഘടിപ്പിക്കാതെ നമുക്ക് തോന്നും പോലെ നമ്മൾ ചെയ്താൽ അത് പ്രവർത്തിക്കുമോ? ഇല്ല, അല്ലെ? അപ്പൊ അതിനൊരു ഓപ്പറേഷൻ മാനുവൽ ഉണ്ട്. അപ്പോ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോ മനുഷ്യന് വേണ്ട ഒരു ഓപ്പറേഷൻ മാനുവൽ ആവശ്യമുണ്ട്. എല്ലാ കമ്പനികൾക്കും അതുപോലെ താഴെ എഴുതിയിട്ടുണ്ടാവും ഓപ്പറേഷൻ മാനുവൽ ഫോളോ ചെയ്യണമെന്ന്. അപ്പൊ അതുപോലെയാണ് നമുക്ക് കിട്ടിയ ഈ ഭഗവത്ഗീത. ഭഗവാൻ നമുക്ക് വേണ്ടി അർജുനോട് സംസാരിച്ചു. അത് വലിയൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ അർജുനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഡയറക്ട്ലി അത് നമ്മെയാണത് പ്രതിനിധീകരിക്കുന്നത്. അപ്പൊ നമ്മളത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്തായിരിക്കും, ഒരു റോങ് ഇതായിരിക്കും, അല്ലെ? ഈ ഓപ്പറേഷൻ മാനുവൽ നോക്കാണ്ട് ഈ മെഷീനൊക്കെ ഘടിപ്പിക്കുമ്പോ പ്രവർത്തിക്കാതെ വരുന്ന പോലെ ആയിരിക്കും നമ്മുടെ ജീവിതം. നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് ജീവിതം, ഇതാണ് ഇത്രയും സന്തോഷത്തോടെ പോകുന്നു. അതൊരു കുമിള മാത്രം. ഈ ഒരു ജന്മത്ത് ഒരു 60 വയസ്സ് അത് കഴിഞ്ഞാൽ എന്താ? വീണ്ടും നമ്മള് പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനി ജഠരേ ശയനം. ഏതെങ്കിലും വേറൊരു യോനിയില് ചെന്ന് ഈ ആത്മാവ് വീഴുന്നു, അല്ലെങ്കിൽ വേറൊരു ജന്മം എടുക്കുന്നു. നമ്മുടെ കർമ്മഫലങ്ങളുടെ അല്ലെങ്കിൽ ദുരിതങ്ങളുടെ പാപങ്ങളുടെ ഫലങ്ങളായിട്ട് നമ്മള് വീണ്ടും ഒരു ജന്മം എടുക്കുന്നു. അപ്പൊ അതിൽ നിന്നെല്ലാം ഭയശോകാദി വർജിത, ജീവിതത്തിലെ എല്ലാ ഭയങ്ങളിൽ നിന്നും മുക്തരാകുന്നു. ഏതൊക്കെയാണ് ഭയങ്ങള്? ആധ്യാത്മിക, അതിഭൗതിക, അതിദൈവിക, എല്ലാ ഭയങ്ങളിൽ നിന്ന് നമ്മള് അതിന്ന് മുക്തരാവുന്നു. അടുത്ത ജന്മം ആത്മീയ ജീവിതം കൈവരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അടുത്ത ശ്ലോകം നോക്കാം. ഗീതാധ്യായനശീലസ്യ പ്രാണായാമ പരസ്യ ച നൈവ സന്തി ഹി പാപാനി പൂർവജന്മ കൃതാനി ച. ഗീതാധ്യായനശീലസ്യ പ്രാണായാമ പരസ്യ ച നൈവ സന്തി ഹി പാപാനി പൂർവജന്മ കൃതാനി ച. അപ്പൊ പൂർവകർമ്മ ഇത് നോക്കുമ്പോ ആത്മാർത്ഥമായിട്ട് ഒരാള് ഗൗരവമായി ഭഗവത്ഗീത വായിക്കുന്ന ഒരാളെ ഭഗവത് കരുണയാൽ അയാൾ മുമ്പ് ചെയ്ത പാപങ്ങളുടെ ഫലം ബാധിക്കുകയില്ല. അവിടെ ഒരു എന്താ പറയാ, അതൊരു പ്രമാണമാണ്. ഒരാളെ ഭഗവത് കരുണയാൽ അയാൾ മുമ്പ് ചെയ്ത പാപങ്ങളുടെ ഫലം ബാധിക്കുകയില്ല. ഭഗവത്ഗീതയുടെ അവസാന ഭാഗത്ത് ഭഗവാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. എല്ലാ തരത്തിലുള്ള മതങ്ങളെ ഉപേക്ഷിച്ച് എനിക്ക് സ്വയം സമർപ്പണം ചെയ്യുക. ഞാൻ നിങ്ങളെ എല്ലാ പാപഫലങ്ങളിൽ നിന്നും നിവർത്തിക്കാം. ഭയപ്പെടേണ്ട. ഇത്ര ഒരു പ്രോമിസാണ് ഭഗവാൻ തരുന്നത്. ഒട്ടും ഭയക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒന്നും അത് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. 18 അധ്യായങ്ങള് ഭഗവാൻ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്താ പറയണേ? എല്ലാ തരത്തിലുള്ള ധർമ്മങ്ങളെയും എല്ലാം സർവധർമാൻ പരിത്യജ്യ ഉപേക്ഷിക്കുക, സ്വയം സമർപ്പണം ചെയ്യുക, ശരണം വ്രജ അഹം ത്വാം, ഞാൻ നിങ്ങളുടെ സർവപാപേഭ്യോ, എല്ലാ പാപഫലങ്ങളിൽ നിന്നും നിവർത്തിക്കാം, മുക്തരാക്കാം, ഭയപ്പെടേണ്ട. ഇത്രയും നല്ല പ്രോമിസാണ് ഭഗവാൻ നൽകുന്നത്. ഒരു കണ്ടീഷൻ ആണത്. നിങ്ങള് അതുപോലെ പറയുന്നത് അതിന്റെ അടുത്ത് ഇത് പറയുന്നത് മന്മനാഭവ മദ്ഭക്തോ മധ്യാജീമാം നമസ്കുരു മാമേ വൈശ്യസി സത്യം പ്രതിജാനെ പ്രിയോസിമേ. ഞാൻ സത്യം ചെയ്യുന്നു. എന്നെ എന്താ പറയാ, എന്തൊക്കെ ചെയ്താല്
മന്മനാഭവ മദ്ഭക്തോ, നിങ്ങളുടെ മനസ്സ് എന്നില് ആവട്ടെ, ഭവിക്കുക. മധ്യാജീമാം, എന്ത് യജ്ഞം ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ സമർപ്പിക്കുക, എന്നെ നമസ്കരിക്കുക. അപ്പൊ എന്താ? സത്യം ചെയ്ത് മനുഷ്യര് സത്യം ചെയ്യുന്ന പോലെയല്ല, ഭഗവാനാണ് സത്യം ചെയ്യുന്നത്. അതിന്റെ ഉത്തരവാദിത്വം മുഴുവനും ഞാൻ ഏറ്റെടുക്കുന്നു, ഒന്നും പേടിക്കണ്ട. അതുപോലെയാണ് ഇവിടെ എല്ലാ പാപങ്ങളിൽ നിന്നും നിങ്ങളെ മുക്തരാകാം, ഭയപ്പെടേണ്ട. അങ്ങനെ തന്നിലേക്ക് ആത്മസമർപ്പണം ചെയ്യുന്നവരുടെ എല്ലാ ഉത്തരവാദിത്വവും ഭഗവാൻ ഏറ്റെടുക്കും. ഒന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് സറണ്ടർ ചെയ്താൽ മതി ഭഗവാനെ. ഭഗവാൻ പിന്നെ ഏറ്റെടുക്കുവാണ്. അയാളെ പാപങ്ങളുടെ എല്ലാ ഫലങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യും. അയാളെ എല്ലാ പാപങ്ങളും, എത്ര പാപങ്ങൾ ഉണ്ടെങ്കിലും ഭഗവാൻ ഇത്രയും ഒരു പ്രോമിസ് ചെയ്ത ശേഷം അത് ചെയ്യും എന്ന് വിചാരിച്ചു നമ്മൾ വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. നമ്മൾ ഇതുവരെ ചെയ്ത പാപങ്ങളുടെ ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ദുഃഖങ്ങളും സുഖങ്ങളുണ്ട്. സുഖങ്ങൾ നമ്മുടെ പുണ്യകർമ്മങ്ങളുടെ ഒരു ഫലമായിട്ട് നമുക്ക് സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാവും. പക്ഷെ പാപങ്ങൾ വരുമ്പോൾ നമ്മൾ കുറെ ദുഃഖിക്കുന്നു, ദുരിതം അനുഭവിക്കുന്നു. ഒന്നും അറിയാത്ത വിധത്തിലുള്ള ആൾക്കാരാണ് ഇപ്പോ യുദ്ധങ്ങളില് പാപങ്ങൾ അനുഭവിക്കുന്നത്. പക്ഷെ അവിടെ ഒരു കണ്ടീഷനിൽ കൊണ്ടുപോയി നിർത്തുവാണ് ഭഗവാൻ. ഒരു കണ്ടീഷനിൽ കൊണ്ടുപോയി നിർത്തുവാണ്. അവര് മുജ്ജന്മത്ത് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, കുറേ പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ആ സിറ്റുവേഷനിൽ കൊണ്ടുവന്നിട്ട് ഭഗവാൻ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അനുഭവിക്കേണ്ടി വരും. ചെറിയ കുട്ടികളാണെന്ന് വിചാരിക്കേണ്ട, അവരും അനുഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്നൊക്കെ നമുക്ക് മോചനം കിട്ടണമെങ്കിൽ നമുക്ക് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഭഗവാനെ ആശ്രയിക്കുക. ഭഗവാന് പറഞ്ഞ പോലെ മന്മനാഭവ മദ്ഭക്തോ മധ്യാജീമം നമസ്കരു ചെയ്യുക. വേറൊന്നും ചെയ്യാനില്ല, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോ ഇനി അടുത്തത് ഹരിനാമത്തെ കുറിച്ച് ആയിക്കോട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. മാതാജി ഒരു വളരെ നല്ലൊരു എക്സാമ്പിളിലൂടെയാണ് പറഞ്ഞത്. അതായത് ഒരു യൂസർ മാനുവൽ ഏതൊരു ഉപകരണത്തിനും ഉണ്ടാവുന്നത് പോലെ തന്നെ നമ്മളുടെ ഈ മനുഷ്യ ജീവിതത്തിന് നേർവഴിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഭഗവാൻ തന്നെ തന്നിരിക്കുന്ന ഒരു യൂസർ മാനുവൽ ആണ് ഭഗവത്ഗീത. അത് ശ്രീല പ്രഭുപാദര് യഥാരൂപത്തിൽ തന്നെ ഭഗവത്ഗീത എങ്ങനെയാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത് യഥാരൂപത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഭഗവത്ഗീത പുസ്തകമാണ് ഇസ്കോണിൻ്റെതുള്ളത്. സോ താങ്ക് യു മാതാജി ഗീത മഹാത്മ്യം പറഞ്ഞു തന്നതിന്. നമ്മള് ഭഗവത്ഗീത ക്ലാസ് ആയിട്ട് ഇന്ന് തുടങ്ങുന്നില്ല, പക്ഷെ ഗീതാ മഹാത്മ്യം നമ്മൾ എല്ലാ ദിവസവും കേൾക്കും. എന്നിട്ട് അടുത്ത ക്ലാസ് തൊട്ടായിരിക്കും നമ്മൾ ഭഗവത്ഗീത ശ്ലോകം 1-ാം ശ്ലോകം തൊട്ട് തുടങ്ങുന്നത്. സോ താങ്ക് യു നളിന മാതാജി. ഇനി ഹരിനാമ മഹാത്മ്യത്തെ കുറിച്ച് പറയുന്നതിനായിട്ട് ദീനാനാഥ് വിഠൽ പ്രഭുവിനെ ക്ഷണിക്കുന്നു. കൃഷ്ണ, കേൾക്കാമോ എല്ലാവർക്കും? കേൾക്കാം പ്രഭു. കുറച്ച് സൗണ്ട് കൂട്ടാം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം മേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീചൈതന്യേശ്വരം ശ്രീഗുരും ഭവതാരണം. കഥാഞ്ജന സ്മൃതേസ്മിൻ ദുഷ്കരം സുകരം ഭവേത് സ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമ്യ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഗോപാൽ പ്രഭു ആൾറെഡി നാമത്തിന്റെ മഹിമയെക്കുറിച്ച് കുറച്ച് വാക്കുകൾ പറഞ്ഞു. ജ്ഞാനഞ്ജപ തുടങ്ങിയ അതിൻ്റെ ഹരിനാമത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച്. കഴിഞ്ഞ കോഴ്സും ഈ കോഴ്സും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹരിനാമ ജപം ഈ കോഴ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഗീതാമഹാത്മ്യം ഹരിനാമ മഹാത്മ്യം കേൾക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ഒരു സ്ലോട്ട് എടുത്തിട്ട് പകുതി മാല ജപിക്കും. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോഴത്തേക്കും രണ്ടാമത്തെ സ്ലോട്ട് മാറ്റി ഒരു ഫുൾ മാല ജപിക്കും. ആ രീതിയിലാണ് ഈ കോഴ്സിൽ ഒരു പ്രധാന വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം
ഹരിനാമ മഹാത്മ്യത്തെക്കുറിച്ച് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. നമ്മൾ എല്ലാ ക്ലാസ്സിലും 5 മിനിറ്റ് വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ 24 സെഷനിൽ നമുക്ക് 2 മണിക്കൂറാണ്. ആ 2 മണിക്കൂർ കൊണ്ട് പോലും ഹരിനാമ മഹാത്മ്യം നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും ചില പ്രധാന പോയിന്റ്സ് ഞാൻ ചുരുക്കി പറഞ്ഞു തരാം, ശ്രമിക്കാം. അപ്പം ആദ്യം തന്നെ ഭഗവൻ നാമം നമ്മുടെ ഭഗവൻ നാമ ജപം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുന്നതാണ്. ഓക്കെ, ചൈതന്യ മഹാപ്രഭു തന്റെ ശിക്ഷാഷ്ടകത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ചേതോദർപ്പണമാർജനം. ഓക്കെ, മനസ്സ് ഒരു കണ്ണാടിയാണെന്നുണ്ടെങ്കിൽ ആ കണ്ണാടിയിൽ അനന്ത ജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന പല വിധത്തിലുള്ള നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ട് അതില് പല വിധത്തിലുള്ള അഴുക്കുകൾ അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. ആ അഴുക്കുകളെല്ലാം തന്നെ മാറ്റാനായിട്ടുള്ള ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് ഭഗവൻ നാമ ജപമാണ്. അപ്പം ഭഗവൻ നാമ ജപം മനസ്സിന്റെ കണ്ണാടി ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് ശ്രീല പ്രഭുപാദര, ഇസ്കോൺ ഫൗണ്ടറാചാര്യായിട്ടുള്ള ശ്രീല പ്രഭുപാദര പറയുന്നു, ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ജപം നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനർത്ഥങ്ങളും നീക്കി നമ്മുടെ മനസ്സ് ശുദ്ധമാക്കുന്നു. അപ്പൊ ആദ്യത്തേത് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തേത് ഈ ഭഗവൻ നാമം എന്ന് പറയുന്നത് ഭഗവാനുമായിട്ട്, ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ നാമം. നമുക്ക് ആ പേരുണ്ട്, നമ്മുടെ പേരും ഒന്ന് തന്നെയല്ല. ഓക്കെ, എൻ്റെ പേര് ദിൻകർ, സൂര്യൻ എന്നാണ് അർത്ഥം. ഈ സമയത്ത് ഇലക്ട്രിസിറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമോ? എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുമോ? കമ്പ്യൂട്ടർ ഒന്നും തന്നെ എനിക്ക് കാണാൻ പറ്റില്ല. പിന്നെ പേര് ദിൻകർ, വെളിച്ചം പ്രദാനം ചെയ്യുന്ന, ദിവസം ഉണ്ടാക്കുന്ന ആളാണെന്നാണ്. പക്ഷെ എൻ്റെ പേരും ഞാനും യാതൊരു ബന്ധവുമില്ല. ഓക്കെ, പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാന്റെ പേരും, ഭഗവാൻ ആബ്സല്യൂട്ട് ട്രൂത്ത് ആയതുകൊണ്ട് ഭഗവാനും ഭഗവാന്റെ പേരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഓക്കെ, ഇത് പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. നാമചിന്താമണി കൃഷ്ണ ചൈതന്യരസ വിഗ്രഹ പൂർണ്ണശുദ്ധോ നിത്യമുക്തോ അഭിന്നത്വാൻ നാമനാമിനോ. അഭിന്നത്വാൻ വ്യത്യാസമില്ല. എന്തൊക്കെ തമ്മില്? നാമനാമിനോ, പേരും ആരെയാണ് വിളിക്കുന്നത് അവർ തമ്മില് വ്യത്യാസമില്ല. അതായത് ഭഗവാന്റെ നാമം സ്വയം ഭഗവാനോട് അഭിന്നമാണ്, അത് ശുദ്ധമാണ്, നിത്യമാണ്. ഓക്കെ, അപ്പോ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജപിക്കുമ്പോഴത്തേക്കും, ഭഗവാന്റെ നാമം ജപിക്കുമ്പോഴത്തേക്കും നമ്മൾ നേരിട്ട് ഭഗവാനുമായിട്ട് ചേർന്നിരിക്കുകയാണ്. ഓക്കെ, അതാണ് അഭിന്നത്വാൻ നാമനാമിനോ. ഇനി നമ്മൾ ജീവിച്ചിരിക്കുന്നത് കലിയുഗത്തിലാണ്. ഓക്കെ, ഇതിൽ നമുക്ക് മോക്ഷത്തിനായിട്ടുള്ള ഒരേ ഒരു മാർഗം നാമജപമാണെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ബൃഹന്നാരദ പുരാണത്തില് പറഞ്ഞിരിക്കുന്നു, ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ ഇവ കേവലം കലൗ നാസ്തിയേവ 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 ഗതിരന്യഥ. അതായത് കലിയുഗത്തില് ഭഗവൻ നാമജപം മാത്രമാണ് മോക്ഷത്തിനുള്ള മാർഗം. അത് എംഫസൈസ് ചെയ്യാനായിട്ടാണ് 3 തവണ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ. ഹരേർ നാമം മാത്രമേ ഉള്ളൂ. എന്ത്? നാസ്തിയേവ നാസ്തിയേവ നാസ്തിയേവ, വേറെ മാർഗം ഇല്ല 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 എന്ന് കടുപ്പിച്ച് പറഞ്ഞിരിക്കുന്നു 3 തവണയുള്ള റെപ്പിറ്റേഷനോടുകൂടി. അപ്പോ ഈ കലിയുഗത്തിലുള്ള ഈ ഭഗവൻ നാമ ജപം എന്ന് പറയുന്നത് എല്ലാവർക്കും പകർന്നു കൊടുക്കാനായിട്ട് ഭഗവാൻ കൃഷ്ണൻ സ്വയം ഭക്തന്റെ രൂപത്തിൽ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നു. എന്നിട്ട് ഭാരതത്തിൽ ഉടനീളം ഈ ഹരിനാമ സങ്കീർത്തനത്തെ പ്രചരിപ്പിച്ചു. അതിനുശേഷം ശ്രീല പ്രഭുപാദര്, ചൈതന്യ മഹാപ്രഭു ചെയ്ത് ഏകദേശം ഒരു 500 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു എങ്കിൽ ശ്രീല പ്രഭുപാദർ ഏകദേശം 60 വർഷങ്ങൾക്ക് മുമ്പ്, 50 മുതൽ 60 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഹരിനാമ സങ്കീർത്തനം ഇന്ത്യക്ക് പുറത്ത് ലോകമെമ്പാടും അത് വ്യാപിപ്പിച്ചു. ഇന്ന് ലോകത്ത് എല്ലായിടത്തും ഏത് നഗരത്തിലും ഗ്രാമത്തിലും ചെന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ തിരുനാമങ്ങൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രം ജപിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ,
പിന്നെ നാലാമത്തത് ഭഗവൻ നാമം മോക്ഷവും ദൈവപ്രേമവും നൽകുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നു, കീർത്തനാദേവ കൃഷ്ണസ്യ മുക്ത സംഘ പരംപ്രജേത്. അതായത് കൃഷ്ണന്റെ നാമജപം കൊണ്ട് മാത്രം മനുഷ്യൻ ബന്ധനത്തിൽ നിന്ന് മോചനായി പരമപദം പ്രാപിക്കുന്നു എന്നർത്ഥം. അതായത് ഈ നാമങ്ങൾ അപരാധങ്ങളില്ലാതെ ജപിച്ചു കഴിഞ്ഞാൽ മോക്ഷം മാത്രമല്ല, അത് ശുദ്ധ ഭക്തി, ഭഗവാനിലുള്ള ശുദ്ധ ഭക്തി അഥവാ ഭഗവത് പ്രേമം നമുക്ക് പ്രദാനം ചെയ്യും. വേറെ ഒരിടത്തും ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ഫലശ്രുതിയായിട്ട് പറഞ്ഞിട്ടില്ല, ഫലമായിട്ട് പറഞ്ഞിട്ടില്ല. അതായത് അപരാധങ്ങളില്ലാതെ നാമജപം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനിൽ നമുക്ക് പ്രേമം ഉദിക്കും. ഇതാണ് നാലാമത്തത്. അഞ്ചാമത്തത്, അപൂർണമായി ജപിച്ചാൽ പോലും നാമത്തിന് ശക്തിയുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നു, സാങ്കേത്യം പാരിഹാസ്യം വാ സ്തോമം ഹേളനമേവച വൈകുണ്ഠം നാമഗ്രഹണം അശേഷാഖ ഹരം വിദു. അതായത് നമ്മൾ പരിഹസിച്ചിട്ട് ശ്രദ്ധയില്ലാതെ അബദ്ധമായിട്ട് എങ്കിൽ പോലും ജപിച്ചാൽ പോലും ഭഗവൻ നാമങ്ങൾ പാപങ്ങൾ നീക്കാനായിട്ട് സമർത്ഥരാണ്. ഓക്കെ, അതായത് നമ്മൾ അജാമിളന്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അതിൽ വരുന്നതാണിത്. ആ അജാമിളൻ വെറും മകന്റെ പേരാണ് വിളിച്ചത്. പേടി കൊണ്ട് മരണസമയത്ത് നാരായണ എന്ന് വിളിച്ചു. പക്ഷേ അജാമിളിന് മോക്ഷം കിട്ടി. അപ്പം നമ്മള് എന്തെങ്കിലും പരിഹസിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ അറിയാതെയാണെന്നുണ്ടെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെന്നുണ്ടെങ്കിലും ഭഗവാന്റെ നാമം ജപിച്ചാൽ പോലും അതിന് ഫലം കിട്ടുന്നു. ഇനി ഉള്ളത് നമ്മൾ കലിയുഗത്തെ പറ്റി പറഞ്ഞു. കലിയുഗത്തിലെ ധർമ്മമാണ് നാമജപം, ഹരിനാമജപം. സത്യയുഗത്തിലെ ധ്യാനമായിരുന്നു, ത്രേതായുഗത്തിലെ യജ്ഞങ്ങൾ ചെയ്യുന്നതായിരുന്നു, ദ്വാപരയുഗത്തില് വളരെ വിശിഷ്ടമായ രീതിയിൽ വിഗ്രഹാരാധന ചെയ്യുന്നതായിരുന്നു. പക്ഷേ കലിയുഗത്തിൽ ഭഗവാൻ വളരെയധികം ലഘൂകരിച്ച ഒരു പദ്ധതിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. എല്ലാവർക്കും ചെയ്യാനായിട്ട് വേണ്ടി ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമം ജപിക്കൂ. ഇങ്ങനെ ഈ കലിയുഗത്തിലുള്ള യുഗധർമ്മം, അതായത് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി, നമുക്ക് ഒത്തിരി ഡ്യൂട്ടികളുണ്ട്. പക്ഷേ ഈ എന്താണ് യഥാർത്ഥ നമ്മുടെ കലിയുഗത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരേ ഒരു ഡ്യൂട്ടി, ഏറ്റവും വലിയ ഡ്യൂട്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചാൽ അത് ഭഗവാന്റെ നാമങ്ങൾ, ഹരിനാമം ജപിക്കുക എന്നുള്ളതാണ്. ഇനിയൊരു ചോദ്യം വരാം, ഈ ഇസ്കോൺകാരൊക്കെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കൂ എന്ന് പറയുന്നത് ഇത് അവർ കണ്ടുപിടിച്ച സാധനമാണോ? ഇസ്കോൺകാർ പറയും ഇല്ല, അത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞതാണ്, ഞങ്ങള് പ്രഭുപാദിൽ പറഞ്ഞതല്ല. ചൈതന്യ മഹാപ്രഭു പറഞ്ഞ കാര്യമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാനായിട്ട് പറഞ്ഞത്. അത് തന്നെയാണ് ശ്രീല പ്രഭുപാദിൽ പറഞ്ഞത്. ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് ചോദിച്ചാലോ, ചൈതന്യ മഹാപ്രഭു ആണോ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചെയ്ത്? അല്ല, ചൈതന്യ മഹാപ്രഭു ഇത് ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം അതേപോലെ പറഞ്ഞിരിക്കുകയാണ്. ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കലിസന്ധരണ ഉപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു, എന്താണ്, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഇത് ഷോഡശകം നാംനാം കലികൽമഷനാശനം നാഥ പരതരോ ഉപായ സർവവേദേഷു ദൃശ്യത്തെ. ബ്രഹ്മാവ് നാരദന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാണ്, ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം 16 പേരുകൾ, ഭഗവാന്റെ 16 പേരുകൾ അടങ്ങിയ ഈ മന്ത്രം അല്ലാതെ മുഴുവൻ വേദങ്ങളിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ കലിയുടെ ദോഷങ്ങളുടെ നിവാരണത്തിനായിട്ട് അതിനേക്കാളും ബെറ്റർ ആയിട്ട് വേറെ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല എന്ന് ബ്രഹ്മാവ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു ഈ ഹരിനാമ സങ്കീർത്തനം പ്രചരിപ്പിച്ചത്. പ്രഭുപാദരും ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ശിക്ഷണമാണ് ലോകത്ത് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് പറയാം. ഒന്ന്, ഹരിനാമം ഹൃദയം ശുദ്ധീകരിക്കുന്നു, അത് ഭഗവാനിൽ നിന്നും അഭിന്നമാണ്, കലിയുഗത്തിലുള്ള ഏകമാർഗമാണ്, യുഗധർമ്മമാണ്, അത് മോക്ഷവും ദൈവപ്രേമവും നൽകുന്നു, അപൂർണമായിട്ട് ജപിച്ചാൽ പോലും നമുക്ക് അത് ഫലം നൽകുന്നു. ഓക്കെ, അപ്പം വളരെ ചുരുങ്ങിയ സമയമായി ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് ദീനനാഥ് പ്രഭു.
സോ അദ്ദേഹം തന്നെ ചുരുക്കിയിട്ട് ഹരിനാമ മഹാത്മ്യം ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് 5 പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു തന്നു. സോ താങ്ക് യു സോ മച്ച് പ്രഭു. നമുക്കപ്പം ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. നമ്മൾ ഇപ്പൊ തന്നെ ഒരു 15 മിനിറ്റ് 10-15 മിനിറ്റ് മാതാജി ഹരേ കൃഷ്ണ. പ്രഭു പ്രഭു Yes. ഹരേ കൃഷ്ണ. ഒരു കാര്യം എനിക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഒറ്റ പോയിന്റ്, ഒരു മിനിറ്റ് കിട്ടുമോ? Yes, yes. പറയാം മതി. വേറൊന്നുമല്ല, മറ്റേ ഇപ്പൊ ഗോപാൽ പ്രഭു പറഞ്ഞല്ലോ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് യഥാരൂപത്തിനെ കുറിച്ചിട്ട്. യഥാരൂപം അത് അദ്ദേഹം പറയുമുണ്ടായല്ലോ, പലരും പല ഓരോ മീനിങ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരും ഓരോന്ന് എഴുതി കൂട്ടുന്നുണ്ട്. ശരിയാണ്. പല പല എഡിഷൻസും പല പല ഭഗവത്ഗീത മാത്രമല്ല എന്ത് കാര്യവും പല പല അവരവർക്ക് കുറച്ച് ഭാഷാ പാണ്ഡിത്യം ഉണ്ടെങ്കിൽ എങ്ങനെയും എഴുതാം. അവനവന്റെ കുറച്ച് കുറച്ച് ഇമാജിനേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഭംഗിയായിട്ട് എഴുതാൻ ചെയ്യാം. അത് പ്രഭു പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇത് പറഞ്ഞത്. ദിസ് കംസ് ഫ്രം ഗുരു പരമ്പരയിലൂടെ വരുന്നതാണ് നമ്മൾ ഇത് എന്ന് പറഞ്ഞല്ലോ. അത് എനിക്കൊരു അനുഭവം ഉണ്ട്. അതാ ഞാൻ പറഞ്ഞ എൻ്റെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഒരു കാര്യം. അതായത് ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി, ഞാൻ പേര് പറയുന്നില്ല കാരണം പറഞ്ഞാൽ എല്ലാവരും അറിയും, അദ്ദേഹത്തെ അറിയുന്നുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ ഒരിടത്തൊരു സ്പീച്ചിന് വിളിച്ചു. അദ്ദേഹം അവിടെ ചെന്നു. സ്പീച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലൊരു ശ്ലോകം സാൻസ്ക്രിറ്റില് പുരാണങ്ങളെ ഭഗവത്ഗീതയാണോ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു ശ്ലോകം അദ്ദേഹത്തിന് അവിടെ ഒന്ന് എക്സ്പ്ലെയിൻ, ഇത്രയും വലിയ പാണ്ഡിത്യമുള്ള ആളാണല്ലോ, കൊടുത്തു എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇങ്ങേർക്കാണെങ്കിൽ ഇത് ആദ്യമായിട്ട് കാണുക ഈ ശ്ലോകം. ഇങ്ങേർക്ക് ഇത് എന്താന്ന് അങ്ങനെ എന്നോട് നേരിട്ട് പറഞ്ഞ എൻ്റെ നേരിട്ടുള്ള അനുഭവം. അപ്പൊ അദ്ദേഹം ഇത് പെട്ടെന്ന്, പിന്നെ സാൻസ്ക്രിറ്റ് അദ്ദേഹത്തിന് അറിയാം, സാൻസ്ക്രിറ്റ് ഭാഷ അദ്ദേഹം അറിയാം, മലയാളം അറിയാം, സാൻസ്ക്രിറ്റ് അറിയാം, ഭാഷാ പണ്ഡിതനാണ്. അത് വെച്ചിട്ട് ആ മീനിങ്, ആ വാക്കുകളുടെ മീനിങ് വെച്ച് ഇദ്ദേഹം അങ്ങോട്ട് അടിച്ചങ്ങോട്ട് ഭയങ്കരമായിട്ട് ഒരു സ്പീച്ച് നടത്തി. എന്നിട്ട് അദ്ദേഹം എന്നോട് പറയാം എനിക്ക് ഭയങ്കര കയ്യടി കിട്ടിയെന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് തന്നെയാണോ ആ ശ്ലോകത്തിന്റെ മീനിങ് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞതാ, ആർക്കറിയാം, നമുക്ക് കയ്യടി കിട്ടിയില്ലേ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കാണ് അത്. ആ സമയം ഞാനിവിടെ ചേരാത്രി കോവില് ഗീത ക്ലാസ് എടുക്കുന്ന സമയമായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറയാണ്, നമുക്ക് കുറച്ച് ഭാഷ ഉണ്ടെങ്കിൽ അടിച്ചങ്ങോട്ട് മിന്നിക്കണം എന്ന്. ഞാൻ പറഞ്ഞു, നമ്മൾ അടിച്ച് മിന്നിക്കാനല്ലല്ലോ ക്ലാസ് എടുക്കുന്നേ. യഥാരൂപ ഇതിനകത്ത് പറഞ്ഞപ്പോൾ നമ്മൾ ആ ഗുരുപരമ്പരയിലൂടെ വന്ന് നമുക്ക് ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് കിട്ടുന്നതല്ലേ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത്. അപ്പൊ പ്രഭു പറഞ്ഞത് വളരെ ശരിയാ. കുറച്ച് ഭാഷയും കുറച്ച് ഇമാജിനേഷനും ഉണ്ടെങ്കിൽ പല പല എഡിഷൻസും പല പല മാതിരിയും ആൾക്കാർ എഴുതി കൂട്ടുന്നുണ്ട്. അതെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. കയ്യടി കിട്ടിയത് കയ്യടി കിട്ടണം എന്ന് മാത്രമാണ് അവിടെ ഉദ്ദേശം. ഇത് കയ്യടിയും ഇതെല്ലാം പ്രഭുപാദ തന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഗുരുവിൽ നിന്നും, ആ ഗുരു അദ്ദേഹം കൃഷ്ണനിൽ നിന്നും ഇറങ്ങി വന്ന ചൈതന്യ മഹാപ്രഭുവിൽ നിന്നും ഇറങ്ങി വന്ന, അങ്ങനെ നമുക്ക് ഇറങ്ങി വന്ന ഭഗവത്ഗീത ആസ് ഇറ്റ് ഇസ് യഥാരൂപം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവമാണിത്. അതൊന്ന് ഞാൻ പങ്കുവച്ചു എന്നേ ഉള്ളൂ. ഹരേ കൃഷ്ണ. താങ്ക് യു. താങ്ക് യു സോ മച്ച് മാതാജി, അത് എംഫസൈസ് ചെയ്തതിന്. സോ മാതാജി പറഞ്ഞ പോലെ ആരുടെ അടുത്തെങ്കിലും ഭഗവത്ഗീത യഥാരൂപം പുസ്തകം ഇല്ലെങ്കിൽ ഒന്ന് ഇവിടെ അറിയിക്കാവുന്നതാണ്. നിങ്ങൾ മെസ്സേജ് ഇടാം, നമ്മൾ എത്രയും വേഗം അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകളിൽ എത്തിക്കുന്നതാണ്. സോ താങ്ക് യു. നിങ്ങൾ മെസ്സേജ് ആയിട്ട് പറഞ്ഞാൽ മതി. നമുക്കപ്പം ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഒരു പ്രേയേഴ്സ്, ഒരു പ്രാർത്ഥന, നരസിംഹ പ്രാർത്ഥന ചൊല്ലിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദായിനെ ഹിരണ്യകാശിപൂർവക്ഷഃ ശിലഖങ്കാനഖാലായേ ഇതോ നരസിംഹ പരതോ നരസിംഹ യതോ യാമി തതോ നരസിംഹ ബാഹിർനരസിംഹ ഹൃദയേ നരസിംഹ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരേ നാഖാം അദ്ഭുത ശൃംഗാം ദലിതാ ഹിരണ്യകശിപോർ തനുഭൃംഗാം കേശവധൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ. जय नरसिंहदेव जय नरसिंहदेव नरसिंहदेव जय नरसिंहदेव प्रहलाद महाराज जय प्रहलाद महाराज प्रहलाद महाराज जय प्रहलाद महाराज जय प्रभुपदा जय प्रभुपदा प्रभुपदा जय प्रभुपदा. സോ ഇന്ന് നമ്മളുടെ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ തന്ന ഗോപാൽ ഗൗരവ് പ്രഭുവിനും ഗീതാ മഹാത്മ്യം പറഞ്ഞു തന്ന നളിനി മാതാജിക്കും അതേപോലെ തന്നെ ഹരിനാമ മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു തന്ന ദീനാനാഥ് പ്രഭുവിനും ഇസ്കോൺ കൊച്ചി സെന്ററിന്റെ വക നന്ദി പറഞ്ഞുകൊള്ളുന്നു.
ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്തത് ബുധനാഴ്ച കാണാം. ബുധനാഴ്ച തൊട്ടായിരിക്കും നമ്മൾ ഗീതാ കോഴ്സ് ആക്ച്വൽ തുടങ്ങുന്നത്. അധ്യായം 1 ശ്ലോകം 1 മുതൽ നമ്മൾ തുടങ്ങുന്നത് ബുധനാഴ്ച 8:15 സോ ബുധനാഴ്ച കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഹരേ കൃഷ്ണ.